ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രഗ്നൻസി ആയിട്ട് ഇവിടെ വന്നാൽ മാത്രം മതി, ബാക്കി എല്ലാം ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടേഴ്സും ടേക്ക് കെയർ ചെയ്യും. നമ്മൾ വന്ന ദിവസം തന്നെ ആ ഒരു പ്രഗ്നൻസി ആ ഒരു എന്താ പറയുക പോസ്റ്റ്മോർട്ടത്തിൻ്റെ വെന്റിലേറ്ററിൻ്റെ ഒരു കിറ്റ് തന്നെ അതിനകത്ത് ഫുള്ളി പ്ലാൻഡ് ആയിരുന്നു എവറിത്തിങ്. ലൈക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയോ ഒന്നും പോകേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഒരു ക്യൂ നിൽക്കേണ്ട ഒന്നും വന്നിട്ടില്ല. ഞാൻ ദുർഗാപ്രസാദ്. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞങ്ങൾ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കസിൻസിനോടൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും സജസ്റ്റ് ചെയ്തൊരു ഹോസ്പിറ്റലാണ് കാരിത്താസ്. എൻ്റെ സിസ്റ്റർ ആണെങ്കിലും സിസ്റ്ററിനാണെങ്കിലും കുറേ പേര് തന്നെ പ്രഗ്നൻസി നടത്തിയതും അവരുടെ പ്രസവം എല്ലാം കാരിത്താസിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കാരിത്താസിലേക്ക് വന്ന് ഡോക്ടർ രജിയെ അപ്രോച്ച് ചെയ്തത്. 9 മാസവും നമുക്ക് കൃത്യമായ ആ ഒരു ടൈം ലൈനിൽ എന്തൊക്കെ വേണമെന്നുള്ള എല്ലാ മാസവും കറക്റ്റ് കൺസൾട്ടേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. കുട്ടിയുടെ ഹൃദയമെടുപ്പ് കേൾപ്പിക്കുമ്പോൾ മുതൽ എനിക്കൊരു കാര്യത്തിലും ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കാരണം ഇടയ്ക്ക് പല സമയങ്ങളിലും എനിക്ക് ഇവിടെ വരാൻ സാധ്യതയില്ലാത്ത സമയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ഒരു കാര്യവും എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടി വന്നില്ല. എല്ലാ ഡോക്ടറും ഇവിടുത്തെ സ്റ്റാഫും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ പ്രഗ്നൻസിയുടെ സമയമായപ്പം എൻ്റെ വീക്സ് ആയതും എല്ലാം ഡോക്ടർ കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് വേണം, എപ്പോൾ വേണം, എന്തൊക്കെയായിരുന്നു സജഷൻസ്, ന്യൂട്രീഷൻ, അതെല്ലാം കറക്റ്റായിട്ട് വന്നു. അതായത് നമ്മളിവിടെ അഡ്മിറ്റായ ദിവസം മുതൽ ഈ നിമിഷം വരെയും നമ്മൾ കുട്ടിയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ മതി. കാരണം ഇവിടുത്തെ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മളെ ഫോളോ അപ്പ് ചെയ്യും. എല്ലാ കാര്യം ടൈമായിട്ട് മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിലും ശരി. ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് പറയുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടാണ്. സോ ഒരു ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്കൊരു പുറത്ത് ചെന്ന് അന്വേഷിക്കേണ്ടി വരുന്നില്ല. അവർ രാത്രിയിലത്തേക്കാണെങ്കിലും ഉച്ചക്കത്തേക്കാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് വരും എന്തൊക്കെയാണ് ഓപ്ഷൻസ്. നമുക്ക് എന്ത് സംശയം അവരോട് ചോദിക്കാം. ഇന്നവരെ അത് അവിടെ പോയി വായിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ വായിച്ച് നോക്കാമെന്ന് ആരും പറയുന്നില്ല. ഇവിടെ കൂടുതൽ എല്ലാവരും കഴിഞ്ഞിട്ടുള്ള ആ ഒരു അഡ്വൈസും സജഷനും നമുക്ക് തരുന്നുണ്ട്. പിന്നെ പോയിട്ട് LDRലായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്. പ്രസവം അവിടെയായിരുന്നു. അതൊരു വളരെ നല്ല അനുഭവം തന്നെയായിരുന്നു. ഞാനൊരു ഒറ്റക്കുട്ടി ആയതുകൊണ്ട് തന്നെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. സോ ഇതെനിക്ക് ആദ്യമായിട്ടാണ് പ്രസവം, അല്ലെങ്കിൽ അത്രയും അടുത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും ആ ന്യൂ ബോണിനെ ആദ്യം തന്നെ കൈ കിട്ടുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നഴ്സുമാരാണെങ്കിലും ശരി, അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, നമുക്ക് കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിൽക്കണം, കൂടെ നിൽക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരുപാട് പാനിക് ആവേണ്ട കാര്യമില്ല. അവർ തന്നെ കോമഡികളൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ വളരെ ലൈറ്റ് ആക്കാൻ വേണ്ടി ആ ഒരു കോൺവെർസേഷൻ അവർ തന്നെ തുടങ്ങി തന്നു നമുക്ക്. അതായത് നമുക്ക് ആദ്യമായിട്ട് അറിയില്ല ഇവർ വേദനിക്കാൻ പോവുകയാണ്, ഭാര്യ വേദനിക്കുമ്പോൾ അടുത്ത് നിന്ന് ചിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കോമഡി പറയാൻ പറ്റുമോ നമുക്കറിയില്ല. പക്ഷെ അവർ തന്നെ ആ ഒരു സിറ്റുവേഷനെ ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ലൈറ്റായിട്ട് മാറ്റി. ഇവളാണെങ്കിലും 2 മണിക്കൂറിലധികം പെയിൻ ഉണ്ടായിരുന്നു. ബട്ട് ആ പെയിൻ ഫോക്കസ് ആവാത്ത രീതിയിൽ അവർ ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു കണ്ട എക്സ്പീരിയൻസ് തന്നെ വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഭർത്താക്കന്മാരും അത് ചെയ്യണം. കാരണം ഗർഭധാരണം മുതൽ 9 മാസം പ്രസവം വരെയും അടുത്ത് നിന്നിട്ട് ആ ഒരു മുറിയുടെ പുറത്ത് നിൽക്കേണ്ട കാര്യമില്ല. അതിനകത്ത് നിങ്ങൾ കൂടെ കയറണം തന്നെ ഞാൻ പറയുള്ളൂ. അതിൽ ധൈര്യമുള്ളവരെ ധൈര്യമില്ലാത്തവരൊന്നും ഞാൻ പറയില്ല, എല്ലാവരും കയറണം. കാരണം കൂടെ നിൽക്കുന്ന ആൾ, ആ റൂമിലേക്കകത്തോട്ട് കയറുന്ന ആൾക്ക് ധൈര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ പ്രസവിച്ചേ പറ്റുള്ളൂ. അത് അയാളെ കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവിടെ എത്ര പേടിയുണ്ടെങ്കിലും എത്രയൊക്കെ നമുക്ക് തല ഇറങ്ങുമെന്ന് പറഞ്ഞാലും ശരി, നമ്മളോട് ഒരു ഭാഗമാകണം. അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരിത്താസിലെ ആ ഒരു ഓവറോൾ പ്രഗ്നൻസി കെയർ ആൻഡ് മെറ്റർണിറ്റി കെയർ ഇൻക്ലൂഡിങ് LDR ആ ഒരു പ്രസവം വരെയും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ നിമിഷം വരെയും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നഴ്സുമാർ, അവരെല്ലാം നമ്മളെന്താ പറയുക, ഇതൊന്നും ലൈറ്റായിട്ട് എടുക്കാതെ തന്നെ അവരെ സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോൾ ഇവക്കാണെങ്കിലും ഇനിയും വേദന ഉണ്ടാവുമോ, ഇനിയും വേദന കൂടുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആരെക്കൊണ്ടും പറ്റില്ല. കൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മനസ്സിലാക്കി കൊടുത്ത് ഒരു കോൺഫിഡൻസ് കൊടുത്ത് തന്നെയായിരുന്നു അവർ കൊണ്ടുവന്നത്. നോർമൽ ഡെലിവറി ആയിരുന്നു. അതിൽ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു സിസേറിയനിലേക്ക് പോകാതെ കറക്റ്റ് ടൈമിൽ ആ ഒരു ബേബിയുടെ വെയിറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഡോക്ടർ അത് ഷെഡ്യൂൾ ചെയ്തു. സോ ഇറ്റ് വാസ് വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു ഹസ്ബൻഡ് കൂടെ വേണമെന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം കാരിത്താസിൽ ഇത് പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഡോക്ടർ തന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചത് സ്യൂട്ട് റൂം വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണം. ഡോക്ടറും ഭയങ്കര ഹെൽപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു. ആള് ഭയങ്കര കൂളായതുകൊണ്ട് ഞാനും ഭയങ്കര കൂളായിരുന്നു. എല്ലാവരും നഴ്സുമാരാണേലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നടു തിരുമ്പി തരാനാണേലും എല്ലാവരും കൂടെ നിൽക്കുമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഫോക്കസ് ചെയ്യാം. ബാക്കി നമുക്ക് അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ ഇൻക്ലൂഡിങ് മെഡിസിൻ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ക്യൂ അടക്കം അത്തരം കാര്യങ്ങളും നമ്മൾ നോർമലി ഇപ്പം 10 വർഷം അല്ലെങ്കിൽ 20 വർഷം മുന്നേ എൻ്റെയൊക്കെ അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, മരുന്നിന് മറ്റു കാര്യത്തിന് ഓടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത്.
ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രഗ്നൻസി ആയിട്ട് ഇവിടെ വന്നാൽ മാത്രം മതി, ബാക്കി എല്ലാം ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടേഴ്സും ടേക്ക് കെയർ ചെയ്യും. നമ്മൾ വന്ന ദിവസം തന്നെ ആ ഒരു പ്രഗ്നൻസി ആ ഒരു എന്താ പറയുക പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇവൻറ്റിൻ്റെ ഒരു കിറ്റ് തന്നെ അതിനകത്ത് ഫുള്ളി പ്ലാൻഡ് ആയിരുന്നു എവറിത്തിങ്. ലൈക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയോ ഒന്നും പോകേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഒരു ക്യൂ നിൽക്കേണ്ട ഒന്നും വന്നിട്ടില്ല. നോട്ട് ഈവൻ ആ ഒരു ലിഫ്റ്റിൽ കയറി താഴെട്ടിറങ്ങി ഇത് ചെയ്ത് വരേണ്ടതൊന്നുമില്ല. ഇവിടെ വന്നു പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓടിയത്. രജിസ്ട്രേഷന് വേണ്ടിയാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഓടുന്ന ഒരു സിറ്റുവേഷൻ. അത് അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ ഓടണം എന്നുള്ളതുകൊണ്ടാണ് ഹോസ്പിറ്റലുകാർ എന്നെ കൊണ്ട് അത് വിട്ടത്. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടറും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് കുറച്ച് അണ്ടർവെയ്റ്റ് ആയിരുന്നു, നമ്മൾ 2 പേരും അണ്ടർവെയ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് സിസേറിയൻ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുന്നു. അത് കറക്റ്റായിട്ട് ആ ഒരു 39 വീക്ക് തികയുന്ന അന്ന് തന്നെ ഡോക്ടർ ആ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം പ്ലാൻ ചെയ്തു, അന്ന് തന്നെ നോർമൽ ഡെലിവറി ആവുകയും ചെയ്തു. അതൊരു വളരെ നല്ലതായിരുന്നു. നമുക്കൊരു നെഗറ്റീവ് ഒരു കാര്യം പോലും ഇല്ല. എവറിത്തിങ് ഈസ് പോസിറ്റീവ് ഹിയർ.